ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കിങ്ങനെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ട് ഇവിടെ കൂടി വരുവാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ബെൻസിച്ചാൻ ഫാമിലി, പ്രിയ ഷിജു പാസ്റ്റർ ഓൾഡാമിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, എല്ലാവരും ഇന്ന് പകൽ കടന്നു വന്ന് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മളിന്ന് വളരെ ഹല്ലേലൂയ ആകാംക്ഷയോടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബി മോഹനച്ചൻ പാസ്റ്ററുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നാം ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരെന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രിയ കർത്താവിൻ്റെ ദാസനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാൽ തീരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് ഹല്ലേലൂയ വളരെയധികം ബന്ധമുള്ള, പ്രൈസ് ദി ലോർഡ്, അനേക ദീർഘനാളുകൾ വർഷമായിട്ട് പരിചയമുള്ള, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ ദാസനാണ് പ്രിയ ബിമോനച്ചൻ പാസ്റ്റർ. ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് ബിമോനച്ചൻ പാസ്റ്ററെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ എവിടെല്ലാം മലയാളികളുണ്ടോ അവിടെല്ലാം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിതൃതുല്യം ബഹുമാനിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനിങ്ങനെ ഓർക്കുന്നു, 1995 കാലയളവിലാണെന്ന് തോന്നുന്നു എൻ്റെ പിതാവ് നടത്തിയ ഒരു കൺവെൻഷനിൽ കർത്താവിൻ്റെ ദാസനാണ് പ്രസംഗിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ അധികം ഹല്ലേലൂയ കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ ഹല്ലേലൂയ പ്രസംഗിച്ച ഹല്ലേലൂയ പരിചയമുള്ള, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഈ കൂട്ടായ്മയിലും കടന്നു വന്ന് ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനൊരു അവസരത്തിൽ പ്രസംഗിക്കുവാൻ കടന്നു വരുവാൻ കർത്താവ് കാണിച്ച കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സകല മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിനെ കരമുയർത്തുന്ന കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇവിടെ കടന്നു വരുവാൻ മുഖാന്തരമായത് നമ്മുടെ IAGയുടെ ചെയർമാനായി സേവനം അനുഷ്ഠിക്കുന്ന റവറൻഡ് ബിനോയ് എബ്രഹാം പാസ്റ്ററാണ്. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ ബഹുമാനത്തോടും തുടർന്നുള്ള സമയങ്ങൾ തിരുവചന ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനെ ഹല്ലേലൂയ നമുക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ ദാസൻ തുടർന്നുള്ള സമയം ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ലോർഡ്. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോട് വളരെ അനുഗീതമായ രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനായ ദൈവദാസൻ, മറ്റ് ദൈവദാസന്മാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങളെല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ഈ രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് എന്ന വലിയ ദിവസനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച നല്ല ഗായക സംഘം, എല്ലാവരെയും ഓർത്ത് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ സാംസൺ ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവുമായി ദീർഘനാൾ എനിക്ക് സ്നേഹബന്ധമുണ്ടായിരുന്നു. സണ്ണി പാസ്റ്റർ ഒരു അഭിഷിക്തനായിരുന്നു, അനുഗ്രഹീതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അകാല നിര്യാണ്. നമ്മളെ സംബന്ധിച്ച് അകാലമാണെങ്കിലും ദൈവത്തിന് അങ്ങനെയില്ല. അതൊക്കെ ഞാൻ ഓർക്കുന്നു. പക്ഷേ ദൈവം ആർക്കും കടക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ തലമുറയെ ദൈവം ആദരിച്ചല്ലോ. പാസ്റ്റർ സാംസന് പാസ്റ്റർ പണിയൊന്നും വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവസാനം പാസ്റ്റർ പണിയിൽ എത്തിച്ചല്ലോ. അദ്ദേഹത്തെ കുടുംബത്തെ സ്തോത്രം. അതുപോലെ മിസ്സിസ് സിസ്റ്റർ പ്രിയ ജോൺസ്ലി ബ്രദർ, നിങ്ങളുടെ എല്ലാം വീടിൻ്റെ മുറ്റത്തും നാട്ടിലുമൊക്കെ ഞാൻ ഒത്തിരി വട്ടം വന്നിട്ടുണ്ട്. നിങ്ങളവിടെ ഇല്ലാഞ്ഞ എൻ്റെ കുഴപ്പമല്ല. ഇങ്ങനെ ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം അതിൽ സന്തോഷം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. നമ്മൾ കുറച്ച് ആളുകളെ ഉള്ളല്ലോ. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. നെഹമ്യ 1:4. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. മതി. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. ഈ രാത്രി കർത്താവെ ഞങ്ങളെ ഒന്നിച്ചു കൂട്ടിയല്ലോ. അവിടുത്തെ കരവും സൗഖ്യവും ശക്തിയൊക്കെ ഞങ്ങളുടെ മധ്യ വ്യാപരിക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ അനുഗ്രഹീതമായൊരു കൂടിക്കാഴ്ച തന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ദൈവശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണം. പ്രാർത്ഥന കണ്ടാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. പാസ്റ്റർ സാംസനോട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അനുജൻ കുടുംബം ഇപ്പോഴും ഇൻറ്റിമേറ്റാണ്. തിരുവനന്തപുരത്ത് കൊച്ചിയിലുണ്ട്. അവർ എയർപോർട്ടിലൂടെ വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ കാണാതെ വരില്ല. വളരെ ഇൻറ്റിമേറ്റാണ്. ഒത്തിരി സ്നേഹിക്കുന്നൊരു കുടുംബമാണ്. ഞാൻ ആകെ ഈ ആഴ്ച 4 ആഴ്ചയുള്ള ഇവിടെ 25 സ്ഥലത്തു നിന്നെങ്കിലും വിളിച്ച് കാണും പ്രസംഗിക്കാൻ. പക്ഷേ നിങ്ങൾക്ക് കിട്ടി. അത് ഒരു കൃപയാണ്, ഞാൻ വിശ്വസിക്കുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. ഇത് പറയുന്ന ആരാന്ന് നിങ്ങൾക്കറിയാം. ഒരു ചെറുപ്പക്കാരനാണ്.
അർത്ഥവശിഷ്ട രാജാവിൻ്റെ ശൂഷൻ രാജധാനിയിൽ പാനപാത്രവാഹകനായ നെഹമ്യാവ്, ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ. രാജാവിൻ്റെ മുഖം എന്നും കാണാൻ അവസരമുള്ള, വലിയ സാലറിയുള്ള, ഉന്നതന്മാരുമായി ചങ്ങാത്തമുള്ള, പിടിപാടുള്ള, സ്വാധീനതയുള്ളൊരു ചെറുപ്പക്കാരൻ പറയുകയാണ്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിന്ന് കരഞ്ഞു. ഒരാത്മീയനും അനാത്മീയനും തമ്മിലുള്ള വ്യത്യാസം, ലോകമനുഷ്യനും ആത്മീയനും തമ്മിലുള്ള വ്യത്യാസം. ലോകമനുഷ്യൻ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ അതുമായി ഓടി നടക്കുമ്പോൾ, ഒരാത്മീയൻ പ്രതിസന്ധിയുടെ വേളയിൽ ദൈവത്തിൽ മുട്ടിന്മേൽ നിന്ന് കരയും. പ്രതിസന്ധികളാകുന്ന കൊടുങ്കാറ്റുകൾ പ്രാർത്ഥനയാകുന്ന ശുഭ തുറമുഖത്തേക്ക് നമ്മെ അടുപ്പിക്കാനാണ്. ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധി ഇല്ലായിരുന്നു, ഇത്രയും നമ്മൾ പ്രാർത്ഥിക്കില്ല. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിന്ന് കരഞ്ഞു. നെഹമ്യാവ് പറയുകയാണ്, ഞാൻ കരഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, ഇതേ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, ചെറുപ്പക്കാരനാണ്, വലിയ പിടിപാടുള്ള ആളാണ്. പക്ഷേ അയാൾ പറഞ്ഞു, ഞാൻ കരഞ്ഞു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നല്ല ചെറുപ്പക്കാരാണ് ചാനൊഴിച്ച്. സാധാരണയായി നല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞാൽ അവൻ്റെ കൂട്ടുകാർ പറയടാ, പെണ്ണുങ്ങളെ പോലെ പറയുന്നേ കരയാതെ. അല്ലെ പറയും പിള്ളേരെ പോലെ. അപ്പം കരച്ചിൽ നമ്മൾ ചെറുപ്പക്കാർ ആർക്ക് കൊടുത്തിരിക്കുക? കരച്ചിൽ നമ്മൾ പിള്ളേർക്കും പെണ്ണുങ്ങൾക്കും കൊടുത്തിരിക്കുക കരച്ചിൽ. എന്ന് പറഞ്ഞാൽ മാനുഷ്യ ദൃഷ്ടിയിൽ കരച്ചിൽ ബലഹീനതയുടെ ലക്ഷണമാണ്. നല്ല രാത്രിയുടെ ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവദൃഷ്ടിയിൽ കരച്ചിൽ ബലഹീനതയുടെ ലക്ഷണമല്ല, ബലത്തിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾക്ക് ആത്മീയ ബലമുണ്ടോ എന്നറിയുന്നത് എത്ര മണിക്കൂർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ അറിയാമെന്നല്ല. നിങ്ങൾക്ക് ആത്മീയ ബലമുണ്ടോ എന്നറിയുന്നത് എത്ര നേരം മുട്ടിന്മേൽ നിന്ന് കരയാൻ കഴിയുമെന്നല്ല. സ്തോത്രം. പ്രസംഗിക്കുന്നവനെ ലോകം കാണുന്നു, കരയുന്നവനെ സ്വർഗം കാണുന്നു. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്കൊരു കൃപാവരവുമില്ലെങ്കിലും ദൈവത്തിൽ മുട്ടുകുത്തുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നെങ്കിൽ സകല കൃപാവരത്തിലും ശ്രേഷ്ഠമാണ് കരയാനുള്ള കൃപ. ദൈവസഭയ്ക്ക് ആവശ്യം നാളെക്കുറിച്ച് പ്രസംഗികരെയോ പ്രബോധകന്മാരെയോ ഫിലോസഫേഴ്സിനെയോ തിയോളജിസ്റ്റിനെയോ പ്രോഫറ്റ്സുകളെ അല്ല, കരയുന്നവരെയാണ്. നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് കരയുന്നവരെയാണ്. ഞാൻ ഇവിടെ വന്നത് യാദൃശ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിൽ ഒരാൾ ഞാൻ പറയുന്ന ഈ ദർശനം ഏറ്റെടുത്താൽ നമ്മുടെ അവസ്ഥ മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. കരച്ചിൽ ബലഹീനതയല്ല. അതിലേക്ക് ഞാൻ വരാം. 126 സങ്കീർത്തനം പറയുന്നു, കണ്ണുനീരിൽ വിതയ്ക്കുന്നവർ ആർപ്പോട് കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന്. നമ്മുടെ പിതാക്കന്മാർ കണ്ണുനീരിൽ കുതിർത്തു വിതച്ചതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ. ഇന്ന് വിതയുണ്ടെങ്കിൽ കൊയ്ത്തില്ല, കാരണം കരയാനാളില്ല. അതുകൊണ്ട് വളരെ സന്തോഷം തുടർന്ന ആദ്യത്തെ പദം, ഹോവാസിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. നിരാതിയുടെ ദൈവവേദനയെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, കരയുന്ന നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും. ദൈവം ചിലത് നിനക്ക് വേണ്ടി ചെയ്യുമ്പോൾ നീ സ്വപ്നം കാണുന്നവനെ പോലെയായിരിക്കും, നീ സ്വപ്നം കാണുന്നവളെ പോലെയായിരിക്കും. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം നിനക്കും നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. കൈയടിച്ച് വാ തുറന്ന ശക്തിയോട് അന്യഭാഷയിൽ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറയാം, കരയുന്ന നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും. അന്ന് സ്വപ്നം കാണുന്നവനെ പോലെ ആയിരിക്കും. സ്വപ്നം കാണുന്നവനെ പോലെ. ഞാൻ കൂടെ പറയാറുണ്ട്, രഹസ്യമായി കരയുന്നതിന് ദൈവം പരസ്യമായി ഉത്തരം തരും. നീ രഹസ്യമായി കരയുന്ന ചിലതിന് ദൈവം പരസ്യമായി ഉത്തരം തരും. ആരോടും പറയാതെ, ആരും അറിയാതെ നീ കരയുന്നതിന് എല്ലാവരും കാണുക ഉത്തരം തരാൻ ദൈവശക്തനാണ്. കരച്ചിൽ ബലഹീനതയല്ല. ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. വേദപുസ്തകത്തിലെ ഭക്തന്മാരെല്ലാം കരയുന്നവരായിരുന്നു, ശക്തന്മാരെല്ലാം കരയുന്നവരായിരുന്നു.
നമുക്കറിയാം ദാവീദ് രാജാവായിരുന്നു. ഇസ്രായേലിൻ്റെ മധുരഗായകനും ഇസ്രായേലിൻ്റെ രാജാവുമായ ദാവീദ് പറഞ്ഞു, 55 സങ്കീർത്തനം 16 വാക്യം, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഈ പറഞ്ഞ നിങ്ങളുടെ ഉള്ളിൽ കാണാം. ഒരു വിഷയം എടുത്താൽ അത് നമ്മുടെ ഉള്ളിൽ പതിയണം. ദാവീദ് പറയുന്നു, എൻ്റെ നിലനിൽപ്പ് ഖജനാവിനെ ആശ്രയിച്ചല്ല, എൻ്റെ നിലനിൽപ്പ് ഭടന്മാരെ ആശ്രയിച്ചല്ല, ഞാൻ ദൈവത്തിൽ ഒഴുക്കുന്ന കണ്ണുനീരാണ് എൻ്റെ ശക്തി. 56 സങ്കീർത്തനം 8 വാക്യത്തിൽ വായിച്ച സിസ്റ്ററെ, Psalms 56 verse 8, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? അഭിഷേക തൈലം തലയിൽ വീണിട്ടും രാജാവാകാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടിട്ടും അവൻ കാട്ടിൽ അലയേണ്ടി വന്നു. ഒരു വേട്ടമൃഗത്തെ പോലെ അലയേണ്ടി വന്നു, കരയേണ്ടി വന്നു ദാവീദ് അലഞ്ഞു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, "ഓ ലോർഡ്, യു കൗണ്ടഡ് മൈ വാണ്ടറിങ്സ്" എന്നാണ്. തെണ്ടിത്തിരിയലെന്നാണ് ശുദ്ധ മലയാളം. അഭിഷേകതലം തലയിൽ വീണ ദാവീദ് ഉടനെ സിംഹാസനത്തിൽ പോവുകയല്ലായിരുന്നു, അലയേണ്ടി വന്നു, വലയേണ്ടി വന്നു, ഉഴലേണ്ടി വന്നു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, മോനെ, ഞാൻ നിൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, നിൻ്റെ കണ്ണുനീരെൻ്റെ തുരുത്തിയിലുണ്ട്, അതെൻ്റെ പുസ്തകത്തിലുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവത്തിലേ നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്നവനിവിടെ വന്നിട്ടുണ്ട്. ഓരമാശംതലറിയാം, നിന്റെ കണ്ണുനീർ ടിഷ്യൂ പേപ്പറിൽ തീരില്ല, കൈലേസിൽ അവസാനിക്കില്ല. അതവൻ്റെ പുസ്തകത്തിലുണ്ട്, അതവൻ്റെ തുരുത്തിയിലുണ്ട്. സ്തോത്രം. ദാവീദിനോട് തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, അതെൻ്റെ പുസ്തകത്തിലുണ്ട്, അതെൻ്റെ തുരുത്തിയിലുണ്ടെന്ന്. ദാവീദ് കരയുന്നവനായിരുന്നു. അതിശ്രേഷ്ഠ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കരയുന്നവനായിരുന്നു. വായിച്ച അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായം 19 വാക്യവും 31 വാക്യവും. ആക്ട്സ് ചാപ്റ്റർ 20 verse 90 and 31. വായിച്ചു 19. ഞാൻ ആസിയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചുവെന്നും പ്രയോജനമുള്ളതും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് 31 വാക്യം എല്ലാം വായിക്കാൻ സമയം. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട്. പറഞ്ഞാട്ടെ, അതിശ്രേഷ്ഠ അപ്പോസ്തലൻ പൗലോസ് കരയുന്നവനായിരുന്നു, കണ്ണുനീർ വാർത്തുകൊണ്ട്. ഓരോരുത്തരും ബുദ്ധി പറഞ്ഞാന്ന് ഓർത്തുകൊള്ളി. 2 തിമോത്തി chapter 1 verse 3, യുവസുവിശേഷകനായ തിമോത്തിയോസ്. 2 തിമോത്തിയോസ് 1:3. 2 തിമോത്തി chapter 1 verse 3. എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ചു നിന്റെ കണ്ണുനീർ ഓർത്തു നിന്നെ കണ്ട് സന്തോഷം. യുവസുവിശേഷം 19 വയസ്സുള്ള പ്രായമുള്ള യങ് ഇവാഞ്ചലിസ്റ്റ് തിമോത്തിയോസ് ആരായിരുന്നു? കരയുന്നവനായിരുന്നു. പൗലോസപ്പോസ്തലൻ പറഞ്ഞു, മോനെ തിമോത്തിയോസേ, നിന്നെ ഓർക്കുമ്പോഴൊക്കെ നിൻ്റെ കണ്ണുനീരാൻ മുട്ടുകുത്തി കരയുന്ന നിന്നെ എനിക്ക് ഓർമ്മ. ദൈവമക്കളെ, നമ്മളെ ആയുസ്സിൽ ഒരിക്കൽ കണ്ടൊരു ദൈവദാസൻ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇങ്ങനായിരിക്കണം. ആരാധിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദരൻ, ആത്മവാഞ്ചയുള്ള ആത്മഭാരമുള്ള യുവാവ്. ഹല്ലേലൂയ. കൂട്ടായ്മ വന്നിരുന്ന് ഉറങ്ങുന്ന ആളെന്നല്ല പറയേണ്ടത്, നിന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു, മോനെ തിമോത്തിയോസ്, ഇതിനെ ഓർക്കുമ്പോഴൊക്കെ ദിവസം കരയുന്ന നിൻ്റെ രൂപമാണ് എൻ്റെ മനസ്സിൽ വരും കേട്ടോ. പൗലോസ് കരയുന്നവനായിരുന്നു. ഞാൻ എപ്പോഴും പറയും, മക്കളെ, കുഞ്ഞുങ്ങളെ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ കരയേണ്ടാത്തൊരാളുണ്ടായിരുന്നത് ആരായിരുന്നു? യേശു കർത്താവ്. യേശു കണ്ണുനീർ വാർത്തു. യേശു കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന നടത്തി. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. കരയേണ്ടാത്ത ഒരാളെ യേശു ആയിരുന്നു. നമ്മുടെ കർത്താവ് കരഞ്ഞു. എബ്രായർ 5:7-8 വാക്യങ്ങൾ. പ്രാർത്ഥിക്കേണ്ടാത്ത ഒരാളുണ്ടെങ്കിൽ യേശു ആയിരുന്നു.
ഉപവസിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നത് യേശുവായിരുന്നു. സ്നാനപ്പെടാത്ത അല്ലാത്ത ആളുണ്ടായത് യേശുവായിരുന്നു. ആത്മശക്തി ആവശ്യമില്ലാത്ത ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ യേശുവായിരുന്നു. മാതാപിതാക്കളെ അനുസരിക്കേണ്ടാത്ത കീഴ്പ്പെടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. യേശു കരഞ്ഞു, യേശു പ്രാർത്ഥിച്ചു, യേശു ഓസിച്ചു, യേശു ആത്മാവിൻ്റെ ശക്തിയോട് ഗലിൽ വിട്ട് മടങ്ങി, യേശു യോർദാനിൽ സ്നാനപ്പെട്ടു, യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി, യേശു മാതാപിതാക്കളെ അനുസരിച്ചു. മക്കളെ, യേശുവിന് ആത്മശക്തി ആവശ്യമാണ്. നമുക്കെത്ര വേണം? യേശു കരഞ്ഞെങ്കിൽ നമ്മൾ എന്തുമാത്രം കരയണം? സ്തോത്രം. അപ്പോൾ ഈ ഭക്തന്മാരെല്ലാം കരയുന്നവരായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ട കരയുന്നവരെയാ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ മറ്റൊരു ഇതിലേക്ക് വരാം. എസ്രായുടെ പുസ്തകം, ഒത്തിരി കാര്യങ്ങളുണ്ട്. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം നോക്കിയേ. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. എസ്രാ ഇങ്ങനെ ദേവാലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലിയരുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. കൈ ഉയർത്തി വാതുറന്നൊരു സ്തോത്രം പറഞ്ഞ ശക്തിയോട് എന്തായിരുന്നു? എസ്രാ ഇങ്ങനെ ദേവാലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആരാണ് എസ്രാ? എസ്രാ ശാസ്ത്രി, വേദപുസ്തകം പകർത്തിയിരുന്ന ആളാണ്. ഇസ്രായേലിൽ കൂടെ എസ്രാ ശാസ്ത്രി നടന്നു പോയാൽ ഇരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പും. യഹൂദന്മാരുടെ ശാസ്ത്രിമാർ അത്രമാത്രം ബഹുമാന്യതരായിരുന്നു. പക്ഷേ എസ്രാ ശാസ്ത്രിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ ദേവാലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനെപ്പോഴും പറയും, ആത്മീയ ലോകത്തിലെ അഹങ്കാരികളെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയില്ല. പദവി നോക്കാതെ, സ്ഥാനം നോക്കാതെ, കസേരയുടെ വലിപ്പം നോക്കാതെ ആര് ദൈവത്തിൽ നെടുമ്പാട് വീണ് കരയും, അവരെ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റും. എല്ലാവരും കരമടിച്ചെന്ന് ശക്തിയോട് സ്തോത്രം പറഞ്ഞു. നെടുമ്പാട് വീണ് കരയാൻ തയ്യാറായാൽ ദൈവം ഒരു അത്ഭുതം നിന്നെ കൊണ്ട് ജയിക്കും. എന്താ അവിടെ വായിക്കുന്നത്? എസ്രാ ഇങ്ങനെ ദേവാലയത്തുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ സ്ത്രീകളും കുട്ടികളുമായി പുരുഷന്മാരുമായി ഒരു വലിയ സംഘം അവരെ ചുറ്റും കൂടി. അവരും വളരെ കരഞ്ഞു. രാത്രിയോടെ നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിൻ്റെ ഭവനത്തിൽ നീ ഏകനായിരിക്കാം, നിൻ്റെ ഭവനത്തിൽ നീ ഏകയായിരിക്കാം, നിൻ്റെ ഏരിയയിൽ നീ തന്നെ ഉള്ളായിരിക്കാം. പക്ഷെ തനിയെ കരഞ്ഞു തുടങ്ങുക, തനിയെ കരഞ്ഞു തുടങ്ങുക. കരച്ചിൽ അവസാനിക്കുമ്പോൾ നീ മാത്രമായിരിക്കില്ല, നിന്നോടൊപ്പം കരയാൻ ദൈവം ഒരു കൂട്ടരെ എഴുന്നേൽപ്പിക്കും. വാ തുറന്ന ശക്തിയോടെ ഈ സഭയോട് ഞാൻ ദൈവാത്മാവിൽ പറയാം, നിങ്ങൾ 10 പേരെ ഉള്ളെങ്കിലും നിങ്ങൾ ഹൂഡാമ റഗന ഹസന റുഖുനിയ നിങ്ങൾ കരഞ്ഞു തുടങ്ങുക, നിങ്ങൾ കരഞ്ഞു തുടങ്ങുക. കരച്ചിൽ അവസാനിക്കുമ്പോൾ ഒരു വലിയ കൂട്ടത്തെ നിങ്ങളോടൊപ്പം കരയാൻ ദൈവം എഴുന്നേൽപ്പിക്കും. വലിയ കൂട്ടങ്ങളുടെയൊക്കെ ആരംഭം അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ കൂട്ടങ്ങൾ. ഒരമ്മച്ചി കരഞ്ഞ് വലിയ സഭയുണ്ടായിട്ടില്ലേ? ഒരു പിതാവിരുന്ന് കുത്തിയിരുന്ന് കരഞ്ഞ്. ഒരാൾ കരഞ്ഞാൽ മതി. ഒരാൾ കരയാൻ ആരംഭിച്ചതിനെ ദൈവം വളർത്തി. അവൻ ധ്യാന്യം വിളിച്ചു വരുന്ന ദൈവമാണ്. നമ്മൾ കരയണം, ദൈവം അത്ഭുതം ചെയ്യും. എന്തിനു വേണ്ടിയാണ് കരയേണ്ടത്? അതാണ് പ്രധാനം. ചുമ്മാ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ നെഹമ്യാവിൻ്റെ പുസ്തകം 1:1 വായിച്ച് എന്തിനു വേണ്ടിയാണ് നെഹമ്യാവ് കരഞ്ഞത്? നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്. ഹക്കല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ ക്ലിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്ത് നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. നെഹമ്യാവ് കരഞ്ഞ് ജോലി പോകണ്ടല്ല,
സ്നേഹിതർക്ക് ആർക്കെങ്കിലും ആപത്ത് പറ്റിയിട്ടില്ല, സ്വന്തക്കാർ മരിച്ചു പോയിട്ടുമല്ല. നമ്മൾ കരയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില കാരണം വേണം. നെഹമ്യാവ് കരഞ്ഞത് യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ കണ്ട്, യെരുശലേമിൻ്റെ മതിലിടിഞ്ഞത് കണ്ട്. ഒരിക്കൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്, ഒരിക്കൽ തേജസ് ഇറങ്ങിയിരുന്ന തേജസ്സില്ല, ഒരിക്കൽ അഗ്നി കത്തിയിടത്ത് ഇന്ന് അഗ്നിയില്ല. ഇസ്രായേലിൻ്റെ മഹത്വം പോയത് കണ്ടവൻ കരയുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കളെ, വ്യക്തിപരമായ വിഷയങ്ങളിൽ നമ്മൾ കരയും. ആരെങ്കിലും നമ്മളെ ആക്ഷേപിച്ചാൽ കരയും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും മാരകമായ രോഗമാണെന്നറിഞ്ഞാൽ കരയും. ജോലി നഷ്ടപ്പെട്ടാലും കരഞ്ഞെന്ന് വരാം, വേദന വന്നാൽ കരയും. പക്ഷേ ആത്മഭാരം നിമിത്തം കരയുന്ന എത്ര പേരുണ്ട്? ഹോളിൻ്റെ ശൂന്യാവസ്ഥ ഓർത്ത് കരയുന്ന എത്ര പേരുണ്ട്? മഹത്വം നഷ്ടപ്പെട്ടതോർത്താൽ കരയും. ഒരിക്കൽ ദൈവത്തിൻ്റെ അഗ്നി കത്തിയിടത്ത് ഇന്ന് അഗ്നിയില്ല, ഒരിക്കൽ തേജസ് ഇറങ്ങിയിടത്ത് തേജസ്സില്ല. പെന്തക്കോസ്തിൻ്റെ ആരാധനകൾ, പെന്തക്കോസ് ഹോളുകൾ ശൂന്യമാക്കപ്പെടുകയാണ്. ഈ രാജ്യത്തെ ഓർത്തെത്രമാത്രം കരയണമെന്നറിയാമോ? ഇന്ന് രാത്രി നിങ്ങളുടെ ദർശനം മാറണം. നമ്മൾ നമ്മുടെ വിഷയങ്ങൾ ഓർത്ത് പദം പറഞ്ഞ് കരയുന്നവരാണ്. എന്നാൽ ആത്മഭാരം കൊണ്ട് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊരു ട്രെയിനിൽ കയറുമ്പോൾ, കർത്താവേ ഞങ്ങളുടെ രക്തത്തിൻ്റെ വിലയർത്തറിഞ്ഞ് എത്ര പേരിനകത്തുണ്ട്, ഇവരെ ആരെയെങ്കിലും എങ്ങനെയെങ്കിലും ഇവർ രക്ഷയിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പം, ദൈവമേ ഇതിനകത്ത് ക്രൂശിൽ കർത്താവ് മരിച്ചത് ഇവർക്ക് വേണ്ടിയെന്ന് അറിയാത്തവരാ ഒരു വാക്കി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പ്ലെയിനിൽ കയറുമ്പം എത്ര നേരം പ്ലെയിനകത്തിരിക്കും, കർത്താവേ എങ്ങനെയെങ്കിലും ഈ ജനത്തെ രക്ഷിക്കണമെന്ന് കരഞ്ഞിട്ടുണ്ടോ? ഇന്ന് മുതൽ ദർശനം മാറണം. നമ്മുടെ പ്രാർത്ഥനാ സർക്കിളൊക്കെ നമ്മുടെ ചുറ്റുമാണ്. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കളും ബന്ധുക്കളുമാണ്. പ്രാർത്ഥനാ സർക്കിൾ വലുതായിട്ടുണ്ടോ? ഉണ്ടോ? ശലോമോൻ ദൈവത്തോട് ചോദിച്ചവന് പ്രസാദമായി, ചോദിക്കാത്തവൻ കൊടുത്തു. ഈ 4 പതിറ്റാണ്ടായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പോൾ എനിക്ക് വളരെ ശരീരക്ലേശങ്ങളുള്ള ആളാണ്. നിങ്ങളറിയുന്നതിനേക്കാളൊക്കെ ഒത്തിരി ക്ലേശങ്ങളിലൂടെ പോകുന്ന ആളാണ്. നിങ്ങൾ ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ ഓടുക. എന്നാൽ നേരത്തെ ഞാൻ ഉപവസിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും ഇപ്പോഴും പ്രാർത്ഥിക്കും. ഒരിക്കൽ പോലും എൻ്റെ വ്യക്തിപരമായ വിഷയത്തിന് വേണ്ടിയല്ല. അമേരിക്കയിൽ പോകാനോ വിസ കിട്ടാനോ ഒന്നും, ഒരു രാജ്യത്ത് പോകാനും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പ്രസംഗിക്കുമ്പോൾ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന ജനത്തിന്മേൽ എനിക്ക് അധികാരം നൽകുക. ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ ജനത്തിൻ്റെ ഉള്ളം ഹൃദയം തുറക്കപ്പെടുവാൻ, ജനം വിടുവിക്കപ്പെടുവാൻ. നീ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം നിനക്ക് വേണ്ടി 9 സ്റ്റെപ്പ് വെക്കും. നീ കർത്താവിൻ്റെ കാര്യം നോക്കിയാൽ നിന്റെ തലമുറയുടെ കാര്യം എൻ്റെ ദൈവം നോക്കും. നിങ്ങൾ നോക്കുന്ന ആരംഭിച്ചു നോക്ക്. ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി കരയും നോക്ക്. ജനത്തിൻ്റെ രക്ഷയ്ക്കായി കരയും നോക്ക്. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ സ്ഥിതിക്ക് വേദം വരുത്തി. നിൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടാൻ നിൻ്റെ കൂട്ടായ്മ വന്നിരിക്കുന്ന സഹോദരങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. ഞാൻ ഈ ഡോക്ടർ ഏഴംകുളം സാങ്കുട്ടി ഒരു വിഷയത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം എഴുതിയ ഒത്തിരി പുസ്തകങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. അദ്ദേഹം പാളം തെറ്റി തീണ്ടിയൊക്കെ അത് എഴുതിയതാണ്. എനിക്ക് അടുത്ത സ്നേഹിതനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ ഒരു അധ്യായമുണ്ട്. അത് വായിച്ച് നമ്മൾ കരയും. അത് എഴുതിയിരിക്കുന്ന അദ്ദേഹം നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. നമ്മുടെ പിതാക്കന്മാർ മാതാക്കൾ എന്തായിരുന്നു അറിയാൻ വേണ്ടിയാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹിതരായ പലരുടെയും വീടുകൾ വിസിറ്റ് ചെയ്തു. അപ്പം കോട്ടയംകാർ പല വീട്ടിലുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 4 മക്കളുള്ള ഒരമ്മ, 4 മക്കളും അമേരിക്കയിലാണ്. അമ്മച്ചി മാത്രമേ വീടുള്ളൂ. അപ്പോൾ ഇദ്ദേഹം വർഷം കുമ്പടുന്ന കാര്യമാണ്. ഈ അമ്മച്ചി അന്വേഷിച്ച് ചെന്നു. അപ്പോൾ അവിടെ ഒരു വേലക്കാരിയുണ്ട്, അമ്മച്ചിയുണ്ട്, വേറെ ആരുമില്ല. രാത്രി ഡോക്ടർ ഏഴംകുളം സാങ്കുട്ടി ചെല്ലുന്നറിഞ്ഞ് അമ്മച്ചി ഫുഡൊക്കെ ഒരുക്കി ഭക്ഷണമൊക്കെ കൊടുത്തു. ഏഴംകുളം സാങ്കുട്ടി ഉറങ്ങാൻ പോയി. അമ്മച്ചി മറ്റൊരു മുറിയിൽ ഉറങ്ങുന്നു. ആ രാത്രി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: രാത്രി 1:30 മണിയായപ്പോൾ ഒരേങ്ങലടി കേൾക്കാം. ഏങ്ങലടി.
അദ്ദേഹം പേടിച്ചു പോയി. ആരാണ് ഏങ്ങലടിക്കുന്നത്? 1:30 മണി രാത്രിയിൽ ആരാണ് ഏങ്ങലടിച്ച് കരയുന്നത്? അദ്ദേഹം ചെവി വട്ടം പിടിച്ചപ്പോൾ അമ്മച്ചിയുടെ മുറിയിൽ നിന്നാണ്. അടച്ചിട്ടില്ല. അദ്ദേഹം നോക്കുമ്പോൾ രാത്രി 1:30 മണിക്ക് 4 കുഞ്ഞുങ്ങളും അമേരിക്കയിലുള്ള അമ്മച്ചി, ഒരു കുഴപ്പമില്ലാത്ത അമ്മച്ചി മുട്ടിമേൽ നിന്ന് കരയുക. കർത്താവേ, ചെറുപ്പക്കാർ നിരീശ്വരവാദികളാകുന്നു, ദൈവഭയമില്ലാതെ നീങ്ങുന്നു. നിൻ്റെ വേലയ്ക്കായി ചെറുപ്പക്കാരെ എഴുന്നേൽപ്പിക്കണേ, ദേശത്തെ ഉണർത്തണേ. നമുക്ക് കരയാൻ കഴിയുന്നുണ്ടോ? നാശം കണ്ട് കഴിയാൻ കഴിയുന്നുണ്ടോ? നിഹതന്മാർ നിമിത്തം കരയാൻ കഴിയുന്നുണ്ടോ? മ്ലേച്ഛത കണ്ട് കരയാൻ കഴിയുന്നുണ്ടോ? വഷളത്തം കണ്ട് കരയാൻ കഴിയുന്നുണ്ടോ? കണ്ണുനീരിൻ്റെ ശക്തി വലുതാണ്. അതനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവർ. നമ്മുടെ പിതാക്കന്മാരുടെ മാതാക്കളുടെ കണ്ണുനീരാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്. മറക്കരുത്. ഒന്ന് ശക്തിയോട് കൈയടിച്ച് വാതുറന്ന ദൈവത്തെ സ്തുതിച്ചേ. കണ്ണുനീർ വിതയ്ക്കുന്നവർ ആർപ്പോട് കഴിയും. ഇന്നലത്തെ നിന്റെ കണ്ണുനീരാ ഇന്നത്തെ നിന്റെ ആർപ്പ്. അങ്ങനെയെങ്കിൽ ഇന്ന് നിനക്ക് കണ്ണുനീരുണ്ടെങ്കിൽ നാളെ ഒരു ആർപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41:51 യോസേഫ് പറയുന്നതിൻ്റെ സകല കഷ്ടതയും, ജനസിസ് ചാപ്റ്റർ 41:51 വായിച്ചേ. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പ്രതിഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും വായിച്ചോ. ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദിജാതന് മനശ്ശെ എന്ന് പേരിട്ടു. കണ്ടോ? അടുത്തത് സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രീം എന്ന് പേരിട്ടു. കണ്ടോ കണ്ടോ? ഒന്നാമത് എഴുതിയിരിക്കുന്നത് എൻ്റെ സകല കഷ്ടതയും എൻ്റെ പ്രതിഫലവും ദൈവം എന്നെ മറക്കുമാറാക്കി. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന യോസേപ്പേ, നിനക്ക് കഷ്ടതയുണ്ട് അല്പകാലം, പ്രതിഭവനത്തിൽ നിന്ന് ക്ലേശമുണ്ട്. എന്നാൽ ദൈവം നിന്റെ സകല കഷ്ടതയും മറക്കുമാറാക്കും. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. എവിടെ സങ്കടമുണ്ടോ അവിടെ ഒരു വർധനമുണ്ട്. എവിടെ സങ്കടമുണ്ടോ അവിടെ ഒരു വർധനമുണ്ട്. സങ്കടം വരുമ്പോൾ ഓർക്കുക, ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് കൈ ഉയർത്തിയ വാദറുസ്തോത്രം. സങ്കടം വരുമ്പോൾ ഓർക്കുക, ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. സങ്കടദേശത്തെ വർധനമുള്ളൂ. സ്തോത്രം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, നമ്മുടെയൊക്കെ അനുഭവങ്ങളായത്, ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. സ്ഥലം പറയുന്നില്ല. സാധാരണ ഞാനെങ്ങും പ്രസംഗം കഴിഞ്ഞ് അവിടെ താമസിക്കാറില്ല. പണ്ടും ഇപ്പോഴും മാക്സിമം വീട്ടിൽ വരും. ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അന്ന് ഛർദ്ദിച്ചാണ് പ്രസംഗ സ്ഥലത്ത് ചെല്ലുന്നത്. പ്രസംഗം കഴിഞ്ഞ് വെച്ചാൽ ഛർദ്ദിച്ച് തിരിച്ചു വരും. ഞാൻ എൻ്റെ ആത്മകഥയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കുമളിയിലും തേക്കടിയൊക്കെ പ്രസംഗിച്ചിട്ട് തിരിച്ചു വരുമ്പം ഈ തണുപ്പടിച്ചുള്ള യാത്ര ഛർദ്ദിക്കാൻ കൊണ്ടുകൊണ്ട് ഏറ്റവും പുറകിരിക്കത്തുള്ളൂ. ഛർദ്ദിച്ചിട്ട് പോയി അങ്ങനെ പ്രസംഗിക്കാനൊക്കെ ചിന്തിച്ചു. അക്കാലം അങ്ങനെയായിരുന്നു. പിന്നെ ഒരു സ്കൂട്ടറിലായിരുന്നു എൻ്റെ യാത്ര. പിള്ളേരൊക്കെ, കൊച്ചു പിള്ളേർക്കൊക്കെ കാണാൻ വേണ്ടി ഇതുപോലെ ഒരു സെറ്ററൊക്കെ വെച്ച് ഉറങ്ങണ്ടായിരിക്കില്ലേ ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന കാലങ്ങൾ. എന്നാലും ഞാൻ വീട്ടിൽ വരുമായിരുന്നു, എങ്ങും കിടക്കില്ല. അതുകൊണ്ടാണ് ഈ പേരുദോഷമൊന്നും അല്ലാതെ ഇന്ന് വരെ നിൽക്കുന്നത്. എന്നാലൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി എനിക്ക് അവിടെ കിടക്കേണ്ടി വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം കിടക്കേണ്ടി വന്നത് മുമ്പേ പറഞ്ഞ ഒരു അമ്മച്ചിയുടെ വീടാണ്. ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ. ഒരു വലിയ 2 നില കെട്ടിടം. ഒരു റബ്ബർ തോട്ടത്തിൻ്റെ വലിയൊരു റബ്ബർ തോട്ടം അതിൻ്റെ സൈഡിലാണ്. അത് റബ്ബർ തോട്ടം മുഴുവൻ അമ്മച്ചിയുടെ വകയാണ്. അപ്പോൾ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ ചെന്ന് കിടക്കും മുമ്പ് ഈ അമ്മച്ചി എൻ്റെ അരികിൽ വന്നു. അമ്മച്ചിയുടെ കൂടെ ഒരു വേലക്കാരി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, മുമ്പേ പറഞ്ഞ പോലെ. എന്നിട്ട് അമ്മച്ചി അവരുടെ അനുഭവം പറയാൻ തുടങ്ങി. എന്താ അനുഭവം എന്നറിയാമോ? 22 വയസ്സ് പ്രായമുള്ളപ്പോൾ, അന്നത്തെ കാലത്ത് ചെറുപ്പത്തിലെ കല്യാണം നടക്കും, 22 23 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മച്ചിയുടെ ഭർത്താവ് ലോകത്തോട് യാത്ര പറഞ്ഞതാണ്. 3 പെൺകുഞ്ഞുങ്ങൾ. അതിനോടകം 24 25 വയസ്സേ ഉള്ളൂ അമ്മച്ചിക്ക്. അന്ന് ഭർത്താവ് മരിക്കും. 3 പെൺകുഞ്ഞുങ്ങൾ. ഒരു ചെറ്റപ്പുരയിലായിരുന്നു താമസം. അമ്മച്ചി പറയുകയാണ്, ചെറ്റപ്പുരയിൽ അടച്ചുറപ്പില്ല, പട്ടി കയറുന്നൊരു വീട്. അമ്മച്ചി എന്നോട് പറഞ്ഞു, നാട്ടുകാർക്കെല്ലാം കപ്പ അരിഞ്ഞു കൊടുക്കാൻ പോവും, എന്നിട്ട് അതിലൊരു വീതം കിട്ടും, അതുകൊണ്ട് വന്ന് ഈ കുഞ്ഞുങ്ങളെ വളർത്തി. അപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നവർക്ക് ആദ്യമായി 3 പെൺകുഞ്ഞുങ്ങൾ.
നാട്ടുകാർ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ആര് കെട്ടിക്കും, എവിടെ പോവും, എവിടെ വലയും. അതുവരെ പാസ്റ്ററെ പാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവർ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു, മോനെ എന്ന് വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ കർത്താവിനെ ഉറക്കിയില്ലെന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനെ ഉറക്കിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഉറങ്ങിയില്ലെന്ന് പറ. കാരണം എൻ്റെ കർത്താവ് ഉറങ്ങുന്നവനല്ല, എൻ്റെ കർത്താവ് മയങ്ങുന്നവനല്ല. നമ്മുടെ എല്ലാം ചരിത്രം ഇതാണ്. സകല വാതിലും അടയപ്പെട്ടപ്പോൾ, എല്ലാ വഴിയും അടഞ്ഞപ്പോൾ, നിൻ്റെ അപ്പൻ്റെ കണ്ണുനീർ കണ്ട്, നിൻ്റെ അമ്മയുടെ കണ്ണുനീർ കണ്ട് ദൈവം തുറന്ന ഉറവയിൽ നിന്നാണ് നീയും നിൻ്റെ തലമുറയും കുടിക്കുന്ന, മറക്കരുത്. സകല ഉറവടയും. ഞാൻ എപ്പോഴും പ്രസംഗം പറയും, ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് മിസ്രയീം ദാസിയായ ഹാഗാറിനെ യാത്രയാക്കി. ഒരായുസ് മുഴുവൻ അബ്രഹാമിന് സേവ ചെയ്തതിന് അബ്രഹാം കൊടുത്തത് എന്താ? ഒരു തുരുത്തി വെള്ളവും പറഞ്ഞാട്ട് അല്പം അപ്പവും. ഞാൻ എപ്പോഴും പറയും, ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ നിനക്ക് തരുന്നതിന് പരിമിതിയുണ്ട്, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തരുന്നതിന് പരിമിതിയുണ്ട്, മനുഷ്യൻ തരുന്നതിന് പരിമിതിയുണ്ട്, ദൈവം തരുന്നതിന് പരിമിതിയില്ല. അപ്പം തീർന്നു, വെള്ളം തീർന്നു. കുഞ്ഞിന് ഒരുപാട് ദൂരത്തിട്ടിട്ട് ഹാഗാർ കരയാൻ തുടങ്ങി. ഹാഗാർ അവിടെ കിടന്ന് കരയുന്നു, കുഞ്ഞ് അവിടെ കിടന്ന്, രണ്ട് കരച്ചിൽ. ഈ രണ്ടും സ്വർഗത്തിലെത്തി. ദൈവം മരുഭൂമിയിൽ ഉറവ തുറന്നു. ഉറവ മാത്രമല്ല, തുറക്കപ്പെട്ട് ഉറവ കാണാൻ അവിടെ കണ്ണും തുറന്നു. ഞാനെപ്പോഴും പറയും, ഇത് പ്രസംഗിക്കാൻ നിന്നതല്ല, ഗൾഫ് രാജ്യത്തിൻ്റെ സമൃദ്ധി കണ്ടിട്ട് വന്നവരാണ് നിങ്ങളിൽ പലരും. സത്യം പറഞ്ഞാൽ അവരൊരു ദിവസം കളയുന്ന ഭക്ഷണമുണ്ട്, ഒരു മാസം ഇന്ത്യയുടെ പട്ടിണി മാറും. അമേരിക്കയിൽ പോലും ഇത്രയും ഭക്ഷണ സമൃദ്ധിയില്ല, ഇവിടെയില്ല. വെള്ളം സമൃദ്ധം എവിടുന്ന് കിട്ടി? ഞാൻ ചോദിച്ചു, ദൈവം ഇത്രയും അവരെ ഈ ഭൗതിക ധനം, ഭൗതികം ഭക്ഷണ സമൃദ്ധി എന്താ? തമ്പുരാൻ പറഞ്ഞു, ഇന്നിവിടെ താമസിക്കുന്ന ആളുകളുടെ യോഗ്യത കൊണ്ടല്ല കുഞ്ഞേ. വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ കിടന്ന് ഒരു നേരത്തെ ആഹാരം കുഞ്ഞിന് കൊടുക്കാനില്ലാതെ, ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ലാതെ, കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞ ഒരു തള്ളയുടെ കണ്ണുനീർ കണ്ട് ദൈവം തുറന്നുറവ ഇന്ന് വരെ അടഞ്ഞു പോയിട്ടില്ല. എല്ലാം തകരും, എല്ലാം ഉടയും, എന്നാൽ കരഞ്ഞ് പ്രാപിക്കുന്നത്, നിൻ്റെ കണ്ണുനീർ കണ്ട് ദൈവം തുറക്കുന്നുറവ നിൻ്റെ തലമുറയുടെ കാലത്ത് പോലും അടഞ്ഞു പോകില്ല. വാ തുറന്ന് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എല്ലാം തകരും, എല്ലാം ഉടയും, എന്നാൽ കണ്ണുനീർ കണ്ട് ദൈവം തുറക്കുന്നുറവ അടയില്ല. ഹല്ലേലൂയ. കരച്ചിൽ ബലഹീനതയല്ല ദൈവമക്കളെ, കരച്ചിൽ ബലത്തിൻ്റെ ലക്ഷണമാണ്. കരച്ചിൽ ബലമാണ്. മഹത്വം നഷ്ടപ്പെട്ടതോർത്ത് കരയുക. ഒത്തിരി വാക്യങ്ങളുണ്ട്, സ്തോത്രം, ഒത്തിരി വാക്യങ്ങളുണ്ട്, നല്ലേക്കൊന്നും കടക്കാനില്ല. ജെരമ്യാ പ്രവചനം 9-ാം അധ്യായം 1-ാം വാക്യം, ജെരമ്യാ ചാപ്റ്റർ 9:1. ജെരമ്യാ 9:1 വായിച്ചേ. അയ്യോ എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം, അയ്യോ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണുനീരും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ എൻ്റെ ജനത്തെ വിട്ടുപോയി കളയേണ്ടതിന്. 18-ാം വാക്യം 9:18 നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. അവിടെ തുടങ്ങി ജനത്തിൻ്റെ പുത്രിയുടെ നാശം നിമിത്തം കരയുക. ഒന്നാമത് ഞാൻ പറഞ്ഞു, മഹത്വം നഷ്ടപ്പെട്ടതോർത്ത് കരയുക. ലമന്റേഷൻ, വിലാപങ്ങൾ 1:2 വായിച്ചേ. വിലാപങ്ങൾ 1:2, വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം വായിച്ചേ. രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവളുടെ കവിൾത്തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു, അവളുടെ സകല പ്രിയന്മാരിലും അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അവൾ വിശുദ്ധ നഗരം വേശ്യയെപ്പോലായെന്നാണ് എഴുതിയിരിക്കുന്നത്. സൗന്ദര്യം, മഹനീതലത്തിൻ്റെ സൗന്ദര്യപൂർത്തിയായിരുന്നവൾ, എല്ലാ സൗന്ദര്യം നഷ്ടപ്പെട്ടു. നമ്മളിവിടെ കൂടെ ഒക്കെ നടക്കുമ്പോഴേ, ഇവിടുത്തെ ഈ പള്ളിയെല്ലാം വിൽക്കാനിട്ടിരിക്കുക, ഇവിടെ എല്ലാം കയറി ഓരോരുത്തർ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ കണ്ടു തൊട്ടടുത്ത് അമ്പലം. ഒരിക്കൽ ലോകം മുഴുവൻ സുവിശേഷം എത്തിയിടം. ഇന്ന് ദൈവത്തെ അറിയുന്ന, ഞങ്ങളത് സംസാരിച്ചുകൊണ്ട് വരും, എത്ര എണ്ണം ഉണ്ട്?
ഞാൻ പണ്ട് 18 വർഷം മുമ്പാണ് ഞാൻ മാഞ്ചസ്റ്ററിലും ബർമിംഗ്ഹാമിലാണ് 18 വർഷം മുമ്പ് ഇവിടെ വന്നത്. 18 വർഷം ശേഷം ഇവിടെ വരുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ കണ്ട കാഴ്ചകളൊക്കെ. അന്ന് മുതലേ ഒക്യുപ്പൈ ചെയ്യുകയാണ് പലരും, വിൽക്കാണ്ടിരിക്കുകയാണ്. ഒരിക്കൽ തേജസ് ഇറങ്ങിയിടം, ഒരിക്കൽ അഗ്നി കത്തിയിടം, ലോകം മുഴുവൻ സുവിശേഷം എത്തിയിടം തകർന്നുകൊണ്ടിരിക്കുക. കരയാൻ കഴിയുമോ? നമ്മളിവിടെ കൊണ്ടുവന്നതേ ഇവിടുത്തെ പൗണ്ട് വാങ്ങാൻ മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാനാ, കരയാനാ, ഈ രാജ്യത്തെ മടക്കി വരുത്താനാ. അതേ ഉള്ളൂ മാർഗം. മഹത്വം നഷ്ടപ്പെടുന്നോർത്ത് കരയുക. രണ്ടെവിടെ എഴുതിയിരിക്കുന്നത്, ജനത്തിൻ്റെ പുത്രിയുടെ നാശം നിമിത്തം കരയുക. തലമുറ മുഴുവൻ നഷ്ടപ്പെടുകയാണ്, ദൈവകൃപയിൽ നിന്ന് പോവുകയാണ്. ഒന്ന് ലെമന്റേഷൻ തന്നെ വിലാപനം പദം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും. 2-ാം അധ്യായം 16-ാം വാക്യം നോക്കിയേ, 2:16 വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ലെമന്റേഷൻ ചാപ്റ്റർ 2:16, 2:16. എല്ലാവരും ശ്രദ്ധിച്ച്, നിന്റെ ശത്രുക്കളൊക്കെയും നിന്റെ നേരെ വാ പിളർക്കുന്നു, അവർ ചൂളകുത്തി പല്ല് കടിച്ച് നാം അവളെ വിഴുങ്ങിക്കഴിഞ്ഞു കളഞ്ഞു. നാം കാത്തിരുന്ന ദിവസം ഇത് തന്നെ നമുക്ക് സാധ്യമായി നാം കണ്ട് രസിപ്പാൻ ഇടയായല്ലോ എന്ന് പറയുന്നു. എന്തോ മനസ്സിലായി ഇത് വായിച്ചപ്പോൾ? ദൈവകൃപയിൽ നിൽക്കുന്ന നിന്റെ വീഴ്ച കാത്ത ശത്രു സൈന്യം ഇരിക്കുക. നീ തകരുന്നത് കാത്ത്, നിന്റെ തലമുറ തകരുന്നത് കാത്ത് ദുഷ്ടാത്മസേനകൾ ഇരിക്കുകയാണ്. കണ്ടോ? നമുക്ക് സാധ്യമായി, നാം കണ്ട് സന്തോഷിപ്പാനിടയായല്ലോ. കളിക്കളത്തിലല്ല, യുദ്ധമുന്നണിയിലാണ്. നമുക്ക് സാധ്യമായെന്ന് നാം കണ്ട് സന്തോഷിപ്പാനിടയായല്ലോ. നിന്റെ വീഴ്ച കാത്ത് ശത്രുസേന നിൽക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ പൗണ്ടില്ലാതെയും ഡോളറില്ലാതൊക്കെ ജീവിക്കാൻ, ദൈവകൃപയില്ലാതെ നിനക്കും നിന്റെ തലമുറയ്ക്ക് ഒരു സെക്കൻഡ് നിൽക്കാനൊക്കെ ഇല്ല. കമർത്തിക്കളയവന്. വളരെ ശ്രദ്ധിച്ചോണം. നമ്മളെ വളരെ പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങളിപ്പോൾ അന്ന് എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഞാൻ പലരോടും പറയും, ഇപ്പം നിങ്ങളോടും പറയാം. കുറച്ച് പേരെ ഉള്ളതിലും ഇപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇവരുടെ എല്ലാം കല്യാണം ഇവിടെയുള്ള, അങ്ങോട്ടൊന്നും വരില്ല. ഞാനിപ്പോൾ കേരളത്തിൽ ഒത്തിരി കല്യാണം നടത്തിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് ഇവിടെ പഠിക്കാൻ വന്ന ചെറുപ്പക്കാരൊക്കെ 20-25 വയസ്സുള്ളൊക്കെ നാട്ടിൽ വന്ന് ഇവിടുത്തെ തന്നെ അല്ലേ എവിടുന്നേലും കല്യാണം കഴിച്ച് ഇവിടെ വരും. പിന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എവിടുത്തുകാരാ പറ? ഇവിടുത്തുകാർ. അടുത്ത തലമുറ ഇവിടിരിക്കുന്ന ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടെന്ന് വരാം. അടുത്ത തലമുറ ഇവിടെ വിദ്യാഭ്യാസം കിട്ടും, ജോലിയും കിട്ടും. പക്ഷേ ആത്മഹത്യ കാണുമോ? അനങ്ങമില്ല. സ്വർഗത്തിൽ കാണുമോ? അവരിവരെ പോലെ ആകുമോ? ഈ രാജ്യത്തെ അവർ തിരിച്ചു വരുത്തുമോ? നമ്മുടെ ഇല കനാന്യനായി ജീവിക്കാനല്ല. കനാനിലെ നന്മ അനുഭവിക്കും, പക്ഷെ നീ കനാന്യനാകരുത്. കരയണം. ഒരു ഭക്ഷണത്തിന് വേണ്ടിയും വീടിന് വേണ്ടിയാണോ വന്നേ? കാറിന് വേണ്ടിയാണോ ഇവിടെ വന്നേ? ആണോ? എന്തിനാ വന്നേ? അന്ന് വന്ന് ചോദിച്ചു നോക്ക്. നമ്മുടെ തലമുറയ്ക്കൂടെ ഭാവി അല്ലേ? ഭാവി എന്നാവും, ജോലി കിട്ടും. പക്ഷെ ദൈവകൃപയെ കാണുമോ? സ്വർഗത്തിൽ കാണുമോ? അതിന് കരഞ്ഞേ നോക്കൂ. നമ്മുടെ തലമുറ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കണം, സുവിശേഷത്തിനായി തിരിച്ചു പിടിക്കണം. കൈയൊന്നുയർത്തി വാതുറന്ന് ശക്തിയുടെ സ്തോത്രം പറഞ്ഞാണ്ട് അതിന് കരഞ്ഞേ നോക്കൂ. കണ്ണുനീരേ ഉള്ളൂ പറ്റും. കേട്ടോ? വായിച്ചെന്തുവാ? ഒന്നുകൂടെ വായിച്ച സിസ്റ്ററെ. ജെരമ്യാ ചാപ്റ്റർ 9:1. നിന്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശം നിമിത്തം. യെരമ്യാ പ്രവചനം 9-ാം അധ്യായം 1-ാം വാക്യം. അയ്യോ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണുനീരുറവയും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇനി അതിന്റെ 18 വായിച്ചോ. 18 വായിച്ചോ. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട്. ഞാൻ ഈ സന്ദേശം കൈമാറുന്നത് നിങ്ങൾ ഏറ്റെടുക്കണം. ഈ ദർശനം അതിനു വേണ്ടിയാണ്. നിങ്ങൾ പ്രാർത്ഥനയ്ക്കും കൂട്ടത്തിനും വന്ന് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. വെള്ളിയാഴ്ച പ്രാർത്ഥന ഇവിടെ അതില്ലെന്ന് തോന്നുന്നു.
ഒക്കത്തില്ല. അപ്പോൾ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന 10 സഹോദരിമാർക്കായി കൊടുത്തിരിക്കുക. പണ്ട് 10 പേര് കൂടുമായിരുന്നു, ഇപ്പം അതുതന്നെ ഇല്ല. ഞാൻ പറയുന്നത് ഈ മക്കളെ 10 പേരേ വന്നുള്ളെങ്കിലും വായിക്കോട്ട വിട്ടുള്ള പാട്ടും ഉറക്കം തൂങ്ങിയുള്ള ആരാധനയും വിട്ടിട്ട് മുട്ടിന്മേൽന്ന് കരയണം. ഇതിനകത്ത് കണ്ണുനീർത്തുള്ളികൾ വീഴണം. ഞാൻ നാട്ടിൽ പറയും, നീ ഇരിക്കുന്നപ്പോ നിൻ്റെ കണ്ണുനീർ വീണ് നനയണം, എങ്കിലേ ഉണർവ് സാധിക്കത്തുള്ളൂ. ഇവാൻ റോബർട്ട്സ് ചകരിമത്തെ മുട്ടുകുത്തി അവിടെ കിടപ്പില്ലേ, കുത്തി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ ചകരിമത്ത മുട്ടുകുത്തിയിടം കുഴിഞ്ഞു. ഒടുവിൽ ദൈവം ഉണർവഹിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ ഭാവബോധത്തോട് കരഞ്ഞു, ബസ് സ്റ്റാൻഡുകളിൽ കരഞ്ഞു, ഹോസ്പിറ്റലിൽ ആളുകൾ സൗഖ്യമായി എഴുന്നേറ്റ് ഓടി. അതാണ് ചരിത്രം, വെയിൽസിലെ ഉണർവ്. എന്നാൽ അവിടെയും പപ്പ കണ്ടോ, അയ്യോ എങ്ങനെ തകർന്നു പോയി. ഇതൊക്കെ നമുക്ക് പാഠമാണ്. നിന്റെ ശത്രുക്കളൊക്കെ നിന്നെ ചൊല്ലി സന്തോഷിക്കുന്നു. അവർ പറയുന്നു നമുക്ക് സാധ്യമായി, നമ്മൾ കാത്തിരുന്ന ദിവസം ഇത് തന്നെ, നാം കണ്ട് സന്തോഷിപ്പാനിടയായല്ലോ. ഞാൻ കുഞ്ഞുങ്ങളോട്, മക്കളെ, കരയുന്നതിൻ്റെ അപ്പൻ, പ്രാർത്ഥിക്കുന്നതിൻ്റെ അപ്പൻ തകർന്നു കാണാൻ, നിന്റെ അപ്പൻ്റെ കണ്ണുനീര് കാണാൻ, അപമാനിക്കപ്പെട്ട് കാണാൻ പിശാച് നോക്കിയിരിക്കുക. ശ്രദ്ധിച്ചോണം. സ്തോത്രം. ഞാൻ ഒരിക്കലൊരു സംഭവം കേട്ടിട്ടുണ്ട്. അത് ഒരു ദൈവദാസൻ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നടന്ന കാര്യമാണ്. ഒരു ദൈവദാസൻ പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. വന്ന് കയറിയപ്പം മുതൽ അയാൾ ഒരു അമേരിക്കയ്ക്കുള്ള യാത്രയാണ്. അയാൾ പച്ചവെള്ളം പോലും കുടിക്കുന്നില്ല. കൊന്ത പോലെ സാധനം വെച്ചിങ്ങനെ അയാൾ ജപിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, ദൈവദാസന് തോന്നി ഇദ്ദേഹത്തിന് പരിചയപ്പെടണമെന്ന്. അദ്ദേഹം ചോദിച്ചു, അങ്ങയുടെ പേരെന്നാണ്? അദ്ദേഹം പേര് പറഞ്ഞു. എവിടേക്ക് പോകുന്നു? ഇങ്ങടത്ത്. എന്താണ് ജോലി? ഒരു കമ്പനിയുടെ CEO ആണ്. അങ്ങ് കയറിയപ്പോൾ മുതൽ പച്ചവെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ജപിക്കുന്നത് എന്താ? അദ്ദേഹം പറഞ്ഞു, കേൾക്കണോ? അടുത്ത കേട്ട് ഞെട്ടി. അദ്ദേഹം പറഞ്ഞു, ഞാനവിടുത്തെ കമ്പനിയുടെ CEO ആയിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ സാത്താന്യ സഭയുടെ പാസ്റ്ററാണ്. സാത്താന്യ സഭ എല്ലായിടും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇന്ന് ആരോ പറഞ്ഞു, ഞാൻ 18 വർഷം മുമ്പ് വന്നപ്പോൾ എൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, ജർമ്മനിയിൽ ഇവിടുന്ന് വന്ന ദൈവസഭ നടത്തിയൊരു കോൺഫറൻസിനാണ് ഞാൻ വന്നത്. അവിടെ നിന്ന് ഞാൻ അവരോടൊപ്പം ബസ്സിൽ കയറി ഫ്രാൻസ് വഴി ഇവിടെ വന്നു. ഇവിടെ എനിക്ക് പ്രസംഗിക്കണമെന്ന് അവിടെ ബർമിംഗ്ഹാം സഭയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ജർമ്മനിയിൽ കൊളോൺ എന്ന പട്ടണമുണ്ട്, നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടും. അവിടെ ഒരു വലിയ പള്ളിയുണ്ട്. 1,00,000-ലധികം ആളൊരു ആഴ്ച അവിടെ വരുന്ന അറിയുന്നത്. ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടെ സാത്താന്യ സഭക്കാർ നേരിട്ട് കണ്ടു. സത്യത്തിൽ അടുത്തോട്ട് എല്ലാം കഴിയില്ല, ഭീകരതയാണ്. ഡ്രാക്കുള പോലെ പെൺപിള്ളേർ കണ്ണുമൊക്കെ എഴുതി, മുടിയൊക്കെ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് പെയിൻ്റ് അടിച്ച്, കഴുത്തയിൽ തലയോട്ടി ഇതുപോലിട്ട് നേരിട്ട് കണ്ടതാണ്. ചങ്ങലകൾ ധരിച്ച് കുരിശ് തലകീഴാക്കിയിട്ട് അവരുടെ പാസ്റ്റർമാർ പ്രത്യേക കോട്ടുമൊക്കെ ഇട്ട് ഒരു 300ഓളം ആളുകൾ. ടിനു ജോർജിൻ്റെ ബ്രദർ ടിബി ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത്. അദ്ദേഹം നല്ല ഫോട്ടോഗ്രാഫറായിരുന്നു. ഒത്തിരി ഫോട്ടോ ദൂരെ അടുത്തോട്ട് ചെല്ലാനൊക്കെ ഇല്ല, അടുത്ത് ചെല്ലാനൊക്കെ ഇല്ല. അത്ര ഇതാണ്, നമ്മൾ കണ്ട പോലല്ല. പരസ്യമായി 18 വർഷം മുമ്പ് ഒരു 300 ആൾ അവിടെ ഏതോ പള്ളി കൂടിയിരിക്കുക, ഗ്രൗണ്ടിൽ, അവർക്കെല്ലാവർക്കും കൂടാം. അപ്പം സാത്താന്യ സഭക്കാരുണ്ട് അല്ലേ? അതിപ്പം കേരളത്തിലും എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു കേൾക്കണം, ഇങ്ങോട്ട് നോക്കിയേ. അയാൾ പറയുകയാണ്, ഞാൻ സാത്താന്യ സഭയുടെ പാസ്റ്ററാണ്. ഞങ്ങൾ സാത്താന്യ സഭക്കാർ ഇന്ന് ഫാസ്റ്റിങ്ങിലാണ്. അപ്പം സാത്താന്യ സഭയുണ്ട്, അവന് പാസ്റ്ററുമുണ്ട്, അവർക്ക് ഫാസ്റ്റിങ്ങും ഉണ്ട്. അപ്പം പറഞ്ഞു കേൾക്കണോ, ഞങ്ങളിന്ന് ലോകം മുഴുവൻ ഫാസ്റ്റിങ്ങിലാണ്. എന്താണ് ഫാസ്റ്റിംഗ് എന്നറിയാമോ? 3 കാര്യങ്ങൾക്ക് വേണ്ടി. ഇതൊരു കെട്ടുകഥയല്ല. ഒന്ന്, ദൈവകൃപയിൽ ജീവിക്കുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന പ്രാസംഗികർ പാപത്തിൽ വീഴണം. 2, ആരാധിക്കുന്ന സഭകൾ ഛിന്ന ഭിന്നമാകണം. 3, ക്രിസ്ത്യാനിയുടെ കുടുംബജീവിതം തകരണം. എന്തോ ഒരു സബ്ജക്റ്റാന്ന് നോക്കി. ആദ്യം നമുക്ക് തമാശ എനിക്ക് തോന്നി. സുവിശേഷം പ്രസംഗിക്കുന്നവർ പാപത്തിൽ വീഴണം, ആരാധിക്കുന്ന സഭകൾ ഛിന്ന ഭിന്നമാകണം.
ക്രിസ്ത്യാനിയുടെ കുടുംബജീവിതം തകരണം. ഇത് മൂന്നും നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ദൈവമക്കളോട് ചോദിക്കും, നിങ്ങൾക്കറിയാവോ, നമ്മൾ സാധാരണയായ ഒരു ദൈവദാസൻ കൃപയെ നിൽക്കുന്നു എന്നാരും പറയില്ല. പറയോ? ഇല്ല. പക്ഷേ അയാൾ വീണാലെല്ലാവരും അറിയും, അല്ലേ? ഞാൻ വീണേ, ഭീമോനച്ചൻ കൃപയെ നിൽക്കുന്ന ആരും പറയില്ല, വീണതെല്ലാവരും അറിയും. ഒരു ദൈവദാസൻ പാപത്തിൽ വീഴാൻ സാത്താന്യ സഭകൾ 24 മണിക്കൂർ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു അഭിഷക്തൻ ദൈവകൃപയിൽ നിൽക്കുമ്പോൾ, അതേ കൃപയിലും വിശുദ്ധിയിലുമായി നിൽക്കാൻ പ്രാർത്ഥിക്കാത്ത നിനക്ക് അയാൾ വീണെന്ന് പറയാൻ അവകാശമില്ല. പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അപ്പം ഒന്നാമത് ദൈവകൃപയിൽ നീ വീണ്. എത്ര പേരാണ് വീണുകൊണ്ടിരിക്കുന്നത്? ഉപദേശം വിട്ടു പോകല്ലേ? വിശുദ്ധി വിട്ടു പോകല്ലേ? പ്രമാണം വിട്ടു പോകല്ലേ? ഏതെല്ലാം വിധത്തിലാണ് സാത്താൻ തകർത്തുകൊണ്ടിരിക്കുന്നത്? 2, സഭകൾ ഛിന്ന ഭിന്നമാകുന്നു. 3, കുടുംബജീവിതം തകരുന്നു. ഞാനിത് തമാശയായിട്ടാണ് ആദ്യം എടുത്തത്. എന്നാൽ ഞാൻ കണ്ടു, നിങ്ങളുടെ സ്ഥലത്ത് കോട്ടയത്ത് തന്നെ ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ. 21-ാം ദിവസം എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. 21-ാമത്തെ ദിവസം ഞാനാണ് പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി എനിക്ക് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകണം. വലിയ ദൈവശക്തി വ്യാപരിച്ചു. ഭയങ്കര ആത്മീയ ആരാധന കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ട് ഒരു കൊച്ചു നിർത്തുന്നില്ല. അപ്പം ആശീർവാദം പറഞ്ഞിട്ട് എന്നാ ഇതാ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആത്മാവല്ല. ഞാനവിടെ അരികിലേക്ക് ചെന്ന് അവിടെ തലയിൽ കൈവെക്കുകയും അവൾ പല്ല് കടിക്കാൻ തുടങ്ങി. പല്ലുകടി എന്ന് പറഞ്ഞാൽ പല്ല് കടിച്ച് പൊട്ടിക്കുകയാണ്, സൗണ്ട് കേൾക്കണം. അവളെ നിലത്ത് വീണു, കൈകാലിട്ടടിക്കാൻ തുടങ്ങി. 14 വർഷം. നിങ്ങൾ ശ്രദ്ധിക്കണം, നൈജീരിയയിലായിരുന്നൊരു കൊച്ച. ഇത് പറഞ്ഞ സ്ഥലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അന്വേഷിച്ചാൽ അറിയാം. 14 വർഷം എവിടെയായിരുന്നു? നൈജീരിയ. അവളും ഫാമിലിയെല്ലാം നാട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. ഈ ഭൂതാത്മാവ് ഇളകിയപ്പോൾ 2-3 കാര്യം ചോദിച്ചു ഞാൻ. 1, നീ ഇവളിൽ എപ്പോൾ കയറി? 2, എന്തിന് കയറി? കേൾക്കണോ? എപ്പോൾ കയറി എന്നുള്ള ചോദ്യത്തിന് മറുപടി, ഇവളും ഇവിടെ സ്കൂളിലെ കുട്ടികളും കൂട്ടുകാരികളും എക്സ്കർഷന് കൊണ്ടുപോയി. സ്കൂളിൽ നിന്ന് എവിടെ കൊണ്ടുപോയി? എക്സ്കർഷൻ. അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞ സ്ഥലം പേര് പറഞ്ഞിട്ട് പറഞ്ഞു. പലയിടത്ത് പോയി ഒരു പള്ളിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇവളും കൂട്ടുകാരികളും ആ പള്ളിയിൽ വന്ന് കയറി. ഇവൾ തനിയെ വരാൻ ഞാൻ നോക്കിയിരുന്നു. അവൾ മധുവായുടെ അരികിലേക്ക് വന്നു. അവിടെ വച്ച് ഞാൻ അവളിൽ കയറി. കണ്ടോ? അപ്പോൾ അവിടെ ഇരിക്കുന്ന ആര്? എന്തിന് കയറി? പിശാചിൻ്റെ മറുപടി, ഇവിടെ യൗവനാരംഭത്തിൽ ഇവളെ വഴിതെറ്റിക്കണം. ഇവൾ നിമിത്തം ഇവിടെ കുടുംബം അപമാനിക്കപ്പെടണം, ആക്ഷേപിക്കപ്പെടണം. അതിന് കയറി. പല കുഞ്ഞുങ്ങളും വഴിതെറ്റുന്നത് കേൾക്കുന്നില്ലേ? കഴിഞ്ഞ ആഴ്ചയിലും കേട്ടില്ലേ? പാസ്റ്റർമാരുടെ മക്കൾ വഴിതെറ്റുന്നത് കേൾക്കുന്നില്ലേ? സൂക്ഷിച്ചോണം. വിട്ടുപോകത്തില്ലെന്നൊക്കെ പറഞ്ഞു. ആത്മാവിൽ ആരാധിച്ചപ്പോൾ പറഞ്ഞു, തീയാണ് എനിക്കിരിക്കാൻ വയ്യായേ. വല്ലതും മനസ്സിലായോ? അന്യഭാഷയും ആത്മനിറവും തീയാണ്. നിൻ്റെ തലമുറയെ അത് പഠിപ്പിക്കണം. ഇത് എനിക്ക് തോന്നുന്നു റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനൊരിക്കൽ പ്രസംഗിക്കുക, വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഭൂതാത്മാവുള്ള ഒരു സ്ത്രീ നിർത്ത് എന്നും കൊണ്ട് ആഞ്ഞ് വരിക കാണിഞ്ഞോട്ട് ഇങ്ങനെ കൈവീശിക്കൊണ്ട് വരികയാണ്. വന്ന് വഴിക്ക് ഇങ്ങനെ കൈവീശിക്കൊണ്ടിരിക്കുകയും വിരലിൻ്റെ അഗ്രത്ത് അവിടെ കൈ തൊട്ടുകയും ഷോക്കേൽക്കുന്ന പോലെ കൈ വലിച്ചിട്ട് അവൾ പറഞ്ഞു, പുള്ളിപ്പോയേ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി അന്ധകാര വ്യാപാരങ്ങളെ കരിക്കുന്ന ശക്തിയാണ്. കൈയടിച്ച് ഓഹോ റബ റഗന വാദന വെറും അന്യഭാഷ പറഞ്ഞ് നിർത്തുന്നതല്ല. അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നിന്റെ തലമുറ തിരിച്ചറിയണം. ദുഷ്ടാത്മ വ്യാപാരങ്ങളെ കരിക്കാനുള്ള ശക്തി നിന്റെ ആരാധനയ്ക്കുണ്ട്. സത്യത്തിൽ ആ കുഞ്ഞ് അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. അഭിഷേകം അന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഒത്തിരി എണ്ണം ഭൂതങ്ങളിരിപ്പുണ്ട്. സ്തോത്രം. പക്ഷേ അഭിഷേകം ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ തൊടാൻ പിശാചിന് കഴിയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ രാത്രി മറ്റൊരു വിഷയം പ്രസംഗിച്ച് പറഞ്ഞു, അറ്റ് എനി കോസ്റ്റ് നിങ്ങളുടെ തലമുറ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും മുമ്പ്, ദൂരെ പോകും മുമ്പ് ഏത് വില കൊടുത്ത് അവർ അഭിഷേകം പ്രാപിച്ചോണം.
എന്നിട്ട് കരഞ്ഞോണം. നിങ്ങൾക്ക് ഉറപ്പ് പ്രാപിക്കണം, അവർ അഭിഷേകം പ്രാപിക്കണം. അല്ലാതെ അവർ ഡോക്ടറായതിനേക്കാൾ അതൊക്കെ പോയിക്കോട്ടെ. കണ്ടോ, ഒന്നേ മഹത്വം നഷ്ടപ്പെട്ടതോർത്ത് കരയുക. രണ്ട്, ജനത്തിൻ്റെ പുത്രിയുടെ നാശനിമിത്തം കരയുക. കരയണം നമ്മൾ. 3 വായിച്ചോ, യെശയ്യാ 22:4, യിരെമ്യാ 13:17. 2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. യെശയ്യാ ചാപ്റ്റർ 20. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നെ നോക്കരുത്, ഞാൻ കൈപ്പോടെ കരയട്ടെ. എന്റെ ജനത്തിന്റെ നാശത്തെ ചൊല്ലി എന്നെ ആശ്വസിപ്പിക്കുവാൻ ബന്ധപ്പെടരുത്. അടുത്തത് 13:17, യിരെമ്യാ ചാപ്റ്റർ 13:17. എൻ്റെ ജനത്തിൻ്റെ നാശനിമിത്തം. അപ്പം ഞാൻ ഒന്നാമത് പറഞ്ഞു, കുറിക്കുന്നുണ്ടോ? മഹത്വം നഷ്ടപ്പെട്ടതുകൊണ്ട് കരയുക. 2, ജനത്തിൻ്റെ പുത്രിയുടെ നാശനിമിത്തം കരയുക, തലമുറകളെ ഓർത്ത് കരയുക. 3, നിഹതന്മാർ നിമിത്തം കരയുക, നഷ്ടപ്പെട്ടു പോകും നരകത്തിയിലേക്ക് മാർച്ച് ചെയ്യുന്നവരെ ഓർത്ത് കരയുക. വായിച്ചാട്ടെ 13:17. നിങ്ങൾ കേട്ടനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവം നിമിത്തം രഹസ്യത്തിൽ കരയും. യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ടുപോയിരിക്കയാൽ ഞാൻ ഏറ്റവും കരഞ്ഞ് കണ്ണുനീരൊഴുക്കണം. കരയണം. അങ്ങനെ ആത്മഭാരം കൊണ്ട് കരയാൻ കഴിയുന്നുണ്ടോ? സകലവും പരാജയപ്പെടുന്നതിൻ്റെ കണ്ണുനീര് വിജയിക്കും. നിങ്ങൾ കേട്ടനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഗർവം നിമിത്തം ഞാൻ കരയും. 18 വർഷം ഒരിടത്ത് പ്രവർത്തിച്ച ഒരു ആത്മാവിനെ പോലെ നേടാൻ കഴിയാതിരുന്ന വില്യം ബൂത്ത് സാൽവേഷൻ ആർമിയുടെ ജനറലിനോട് ഒരാൾ കത്തയച്ചു, ഞാൻ പരാജയപ്പെട്ടു, ഇവിടെ ഞാൻ നീങ്ങുകയാണ്, ഞാൻ മടങ്ങി വരട്ടെ. വില്യം ബൂത്ത് ഒറ്റ വാക്കിൽ അവന് മറുപടി കൊടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ കൊടുത്തതെന്നറിയാമോ? ട്രൈറ്റിയേഴ്സ്. 18 വർഷം പ്രവർത്തിച്ചിട്ട് ആത്മാവ് കിട്ടിയില്ലയോ? ട്രൈറ്റിയേഴ്സ്. കണ്ണുനീര് പരിശോധിക്കുക, നീ വിജയിക്കാതിരിക്കില്ല. ദീർഘനാളായും ഭാര്യ മാനസാന്തരപ്പെട്ടില്ലയോ? ട്രൈറ്റിയേഴ്സ്. ഭർത്താവ് മാനസാന്തരപ്പെട്ടില്ലയോ? ട്രൈറ്റിയേഴ്സ്. അപ്പം കൃപയെ വന്നില്ലയോ? ട്രൈറ്റിയേഴ്സ്. സകലവും പരാജയപ്പെടുന്നതിൻ്റെ കണ്ണുനീര് വിജയിക്കും. മുഴങ്കാൽ യുദ്ധം. നമ്മുടെ യുദ്ധങ്ങൾ മുഴുവൻ, ഞാൻ ഈ ഇടയിൽ പോസ്റ്റ് ചെയ്തു, നമ്മുടെ യുദ്ധങ്ങൾ മുഴുവൻ മുഴങ്കാലിൽ നിന്ന് ആരംഭിക്കുക. പരാജയപ്പെടില്ല. മുഴങ്കാൽ യുദ്ധം ജയിച്ചവരാണ് നമ്മുടെ പിതാക്കന്മാർ. എന്തിനു വേണ്ടി കരയണം? ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. 1 ശമൂവേൽ 30:3-4, 1 ശമൂവേൽ 30:3, 1 ശമൂവേൽ 30-ാം അധ്യായം, 1 ശമൂവേൽ ചാപ്റ്റർ 30:3, 30:3. യെസ്. കരയാൻ ബലമില്ലാതാവോളും ഉറക്ക കരഞ്ഞു. ഇനി എൻ്റെ സഹോദരൻ 18-19 വാക്യം, 18-19 വാക്യം, 30-18 വാക്യം. യെസ്. അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും ദാവീദ് വീണ്ടും കൊണ്ടു. വായിച്ചു. യെസ്. അടുത്തത്. ആമേൻ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിപ്പാൻ കരഞ്ഞു തുടങ്ങുക. എന്നോട് ആവർത്തി നിർത്താം. 1, മഹത്വം നഷ്ടപ്പെട്ടതോർത്ത് കരയുക. പെന്തക്കോസ്ത് അപമാനിക്കപ്പെടുന്നു പലയിടത്തും. നഷ്ടപ്പെട്ട ദൈവമഹത്വം മടങ്ങി വരാൻ നമ്മൾ കരയണം. 2, ജനത്തിൻ്റെ പുത്രിയുടെ നാശം നിമിത്തം കരയുക, തലമുറയ്ക്ക് വേണ്ടി കരയുക. 3, നിഹതന്മാർ നിമിത്തം കരയുക. 4, നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ലഭിക്കാൻ കരയുക. നിൻ്റെ കരച്ചിലിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ലഭിക്കും. നമുക്കെല്ലാം ഒന്ന് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ വർത്തമാനം കേട്ടപ്പോൾ അതിൻ്റെ 2ാം ഭാഗം പറയാൻ നേരമില്ല. ഞാനിന്ന് കരഞ്ഞു. യെരമ്യാ പറഞ്ഞു, ഞാൻ കരഞ്ഞു. നമുക്ക് കരയാൻ കഴിയുമോ? കർത്താവേ, ഒരിക്കൽ ഞാൻ കരയുമായിരുന്നു. ദൈവത്തിലിരുന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിയും മൊഴിയുമായിരുന്നു. നഷ്ടപ്പെട്ട കണ്ണുനീര് മടക്കി തരണേ. നഷ്ടപ്പെട്ട ആത്മീയ ആരാധന മടക്കി തരണമേ. അന്യഭാഷ മടക്കി തരണമേ. ദർശനം മടക്കി തരണമേ എന്ന് രാത്രി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും വാ തുറന്ന്
ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവെ നിന്ന് വിളിച്ചേ. കർത്താവെ, എനിക്ക് നഷ്ടപ്പെട്ട കൃപകൾ മടക്കി തരണമേ, കൃപാവരങ്ങൾ മടക്കി തരണമേ, നഷ്ടപ്പെട്ട ആത്മഭാരം മടക്കി തരണമേ, കണ്ണുനീര് മടക്കി തരണമേ. രാജ്യത്ത് വന്നപ്പോൾ എൻ്റെ കണ്ണുനീര് പറ്റിയെങ്കിൽ സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ട കണ്ണുനീരൊക്കെ മടക്കി വാങ്ങണം. രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂതി ഞാൻ പറയാം. യോബിൻ്റെ നന്മകളെ അപഹരിച്ചത് കാറ്റായിരുന്നു. യോബിൻ്റെ നന്മകളെ കാറ്റുകൊണ്ടുപോയി. നമ്മൾ വായിക്കുന്നത്, അവൻ്റെ മക്കൾ ഒരു സ്ഥലത്തിരുന്നപ്പോൾ വലിയ കാറ്റടിച്ചു. ആ കാറ്റ് ആ കുഞ്ഞുങ്ങളുടെ മേൽ വീണു. അവർ നിഹതന്മാരായി. യോബിന് കാറ്റിനെ ഭയമായി. കാറ്റടിക്കുമ്പോഴൊക്കെ അവൻ്റെ കയ്യിലുള്ളൊരു ഓട്ടുകഷ്ടം മാത്രമായി, ബാക്കിയെല്ലാം പോയി. അതിനെ മുറുകെ പിടിക്കും, ഇതൂടെ പോകരുത്. യോബിന് കാറ്റിനെ ഭയമായി. അങ്ങനെ എഴുതിയിരിക്കുന്നത്, കാറ്റിനെ ഭയമായി. എന്നാലേ ആ പുസ്തകം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് ആ പുസ്തകം അവസാനിക്കും മുമ്പ് മറ്റൊരു കാറ്റടിക്കാൻ തുടങ്ങി. ഭയപ്പെട്ടെങ്കിലും അവിടെ എഴുതിയിരിക്കുന്ന ആ കാറ്റിൽ യഹോവയുണ്ടായിരുന്നു. രാത്രി സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, കാറ്റ് കൊണ്ടുപോയത് മറ്റൊരു കാറ്റ് മടക്കിക്കൊണ്ടുവരും. ദുഷ്ടപിശാചടിച്ച കാറ്റിൽ നിന്റെ നന്മകൾ പോയെങ്കിൽ ഹോവയടിപ്പിക്കുന്ന കാറ്റിൽ നിന്റെ നന്മകൾ മടങ്ങി വരും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥന. ഓ ബാറകല, കാറ്റേ വീശുക, ഹോവയുടെ കാറ്റേ വീശുക. ഉടമ മാരുതി ഹല്ലേലൂയ, തെന്നിക്കാറ്റേ വീശുക. ഉടമ ഈ ഫലത്തിന്മേൽ വീശുക, തോട്ടത്തിന്മേൽ വീശുക, ഫലം നൽകുവാൻ വീശുക. യേശുവിൻ്റെ നാമത്തിൽ പറയുന്ന നന്മകൾ കൊണ്ടുപോയത് കാറ്റാണെങ്കിൽ, പിശാചടിപ്പിച്ച കാറ്റിൽ നിന്റെ നന്മകൾ പോയെങ്കിൽ ദൈവം അടിപ്പിക്കുന്ന കാറ്റിൽ നിന്റെ നന്മകൾ മടങ്ങി വരും. കരമടിച്ച് അന്യഭാഷ അല്പസമയം ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രിയിൽ ഹോമയുടെ കാറ്റ് ഇവിടെ അടിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രി സഭയിൽ ദൈവത്തിൻ്റെ കാറ്റടിക്കട്ടെ. ദുഷ്ടപിശാചി അപഹരിച്ച സകല നന്മകളും ഹോമയടിപ്പിക്കുന്ന കാറ്റിൽ മടങ്ങി വരട്ടെ. നമ്മൾ പാടി ആരാധിക്കും മുമ്പ് ഇതിനകത്ത് വന്ന ദൈവമക്കൾ സമർപ്പിക്കുക. കർത്താവേ, കരയാൻ കൃപ തരണമേ. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും. എൻ്റെ കൺപോളയിൽ നിന്ന് കണ്ണുനീർ വീഴ്ത്തക്കവണ്ണം കരയാൻ കൃപ തരണം. പട്ടിണിയുടെ നടുവിലെ കരച്ചിലല്ല, നഷ്ടങ്ങളുടെ നടുവിലെ കരച്ചിലല്ല, സകല സമൃദ്ധിയുടെയും നടുവിൽ നിനക്ക് കരയാൻ കഴിയണം. ഇവിടെ ഒന്നിനും കുറവില്ലാത്തടത്ത് കരയാൻ കഴിയണം. ദേശത്തെ ഓർത്ത് കരയണം, ആത്മാക്കളെ ഓർത്ത് കരയണം, തലമുറയെ ഓർത്ത് കരഞ്ഞോണം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ കേൾക്കാറുണ്ട്, സൺ ഓഫ് മെനി ടിയേഴ്സ് കനോട്ട് ബി ലോസ്റ്റ്. വളരെ കണ്ണുനീണ്ട സന്താനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ഇന്ന് നിൻ്റെ മക്കളെ ഓർത്ത് കരഞ്ഞില്ലെങ്കിൽ നാളെ അവരെ ചൊല്ലി കരയേണ്ടി വരും. പക്ഷെ ഞാൻ ചെറുപ്പക്കാരോട് പറയും, മോനെ, നിൻ്റെ അപ്പൻ കരയുന്നവനാണോ, നിൻ്റെ അമ്മ കരയുന്നവളാണോ, ദൈവസന്നിധി വിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ എവിടെ പോയാലും ദൈവം നിന്നെ മടക്കി വരുത്തും. നിൻ്റെ അപ്പൻ കരഞ്ഞാൽ, നിൻ്റെ അമ്മ കരഞ്ഞാൽ, നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുനീരാണ് നമ്മളെ നിർത്തിയത്. നമുക്ക് നമ്മുടെ തലമുറയ്ക്കായി, ദേശത്തിനായി കരയാം. ഒരു വലിയ മടങ്ങി വരവിടെ നടക്കട്ടെ. ദൈവകൃപയുടെ വ്യാപാരം നടക്കട്ടെ. കാറ്റ് കൊണ്ടുപോയത് മറ്റൊരു കാറ്റ് മടക്കി വരുത്തട്ടെ. ദൈവാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. യഹോവയുടെ നാമത്തിൽ 4 വശത്തും യഹോവയുടെ കാറ്റ് രാജ്യത്തടിക്കട്ടെ. നിങ്ങളൊന്നിച്ച് കരയണം. പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കാറ്റ് ഈ ദേശത്തടിച്ച്, ഇപ്പോൾ പ്രകാശം ശോഭിക്കുന്നില്ലെങ്കിലും കാറ്റ് കടന്നതിനെ തെളിവാക്കും. ശക്തിയോടെ കരമടിച്ച് ആത്മഭാഷ ദൈവത്തെ സ്തുതിച്ചാൽ യേശുവേ എന്ന് പറഞ്ഞാൽ, കർത്താവേ, കരയാൻ കൃപ തരണമേ, എനിക്ക് പ്രാർത്ഥിപ്പാൻ കൃപ തരണമേ. സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം. യേശുവേ, എനിക്ക് നഷ്ടപ്പെട്ട കണ്ണുനീർ മടക്കി തരണമേ. ദേശത്തിന് വേണ്ടി കരയാൻ എന്നെ ഒരുക്കണേ. കുടുംബത്തിന് വേണ്ടി കരയാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ, ആത്മാക്കൾക്ക് വേണ്ടി കരയാൻ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗ പിതാവേ, നിന്റെ ജനത്തിന്മേൽ നിന്റെ ശക്തി പകരണമേ. അനുതാപത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, കരച്ചിലിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ ഈ നാട്ടിൽ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ പ്ലാനുണ്ട് കർത്താവേ, പദ്ധതിയുണ്ട് കർത്താവേ. ഞങ്ങൾ ഭൗതിക കാര്യം മാത്രം നോക്കി നിൽക്കാനല്ല, ഞങ്ങളുടെ തലമുറ നഷ്ടപ്പെടാതിരിക്കാൻ, അവർക്ക് വേണ്ടി കരയാൻ, ഈ ദേശത്തിന് മടങ്ങിയതിനു വേണ്ടി കരയുവാൻ നിന്റെ ജനത്തെ ഒരുക്കണമേ. സഭയങ്ങ് വളർത്തണേ, ആത്മാക്കളെ എഴുന്നേൽപ്പിക്കണേ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. 4 ഭാഗത്തുനിന്ന് ജനം വരട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം, നിന്റെ കൈതൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ ശക്തിയോടെ.
ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി, ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി. കോട്ടാമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും, കോട്ടാമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും. തീരുമൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. അമ്മോ തീരുമൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. കഷ്ടതയാകിലും കഷ്ടങ്ങൾ വന്നാലും, കഷ്ടതയാകിലും കഷ്ടങ്ങൾ വന്നാലും, ഇഷ്ടന്മാവിട്ടാലും ദൃഷ്ടിയായി ജീവിക്കും, ഇഷ്ടന്മാവിട്ടാലും ദൃഷ്ടിയായി ജീവിക്കും. തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. അന്നോ തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. കുടുംബക്കാർ തിട്ടമായിട്ടിടും, കുടുംബക്കാർ തിട്ടമായിട്ടിടും. സഹോദര കൃഷ്ണനായി തള്ളിടും, സഹോദര കൃഷ്ണനായി തള്ളിടും. തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. അന്നു തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. എന്തു മനോഹരം അന്താ ചിന്തിക്കുവിൽ, എന്തു മനോഹരം അന്താ ചിന്തിക്കുവിൽ. സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടും, സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടും. തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. അന്നു തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. ദൂരത്തായി കാണുന്ന സ്വരര കൂട്ടത്തെ, ദൂരത്തായി കാണുന്ന സ്വരര കൂട്ടത്തെ, യോർദാനിനക്കരെ സഹോദര സംഘത്തെ, യോർദാനിനക്കരെ സ്വരര സംഘത്തെ. തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. അന്നു തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും, ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും, നേരോടെ ജീവിച്ചോ ആരുതൽ കേടും ഞാൻ, നേരോടെ ജീവിച്ച് ആരുതൽ കേടും ഞാൻ. തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. അന്നു 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 തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. അന്നു തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. അന്നു തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. അന്നു തീരുമൻ ദുഃഖം വിലാപവും ചേരും സ്വർഗ്ഗേ വേഗം. ഹല്ലേലൂയ. നമുക്ക് ദൈവസൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ദാസനെ ശക്തമായി ഇന്ന് രാത്രിയിൽ നമ്മളോട് തിരുവചനത്തിൽ നിന്ന് നമ്മളോട് ഇടപെട്ടതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഹല്ലേലൂയ ദൈവഭക്തന്മാർ, ദൈവമക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഹല്ലേലൂയ നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇന്ന് രാത്രി നാം കേൾക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവഭക്തന്മാർ കരയണം. ഹല്ലേലൂയ. ഒരു പണ്ടത്തെ നാളിലേക്ക് പ്രൈസ് ദി ലോർഡ് കരയുന്ന, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീടുന്ന, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ തലമുറകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി കരയുന്ന അഭിഷക്തന്മാർ എഴുന്നേൽക്കുന്ന ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് നാം കേൾക്കുവാനിടയായി തീർന്നു. നമുക്ക് വീണ്ടും ദൈവസന്നിധി നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം
അനുഗ്രഹമായ രീതിയിൽ ഈ മീറ്റിംഗ് നടക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. പാടുവാൻ അങ്ങയുടെ ദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തി. ഹല്ലേലൂയ. തിരുവചനത്തിൽ നിന്ന് അതിശക്തമായ മെസ്സേജ് ഇന്ന് രാത്രിയിൽ നമ്മളോട് അറിയിച്ചു. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ദാസൻ ഓൾഡാമിൽ ശുശ്രൂഷിക്കുന്ന ഷിജു പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അന്ന് അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ വന്ന സമയം മുതൽ അങ്ങയുടെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ, ആത്മാവിൽ പാടി അങ്ങേ ആരാധിക്കുവാൻ, അവിടുത്തെ വചനം കേൾപ്പാനൊക്കെ കർത്താവ് ഞങ്ങൾക്ക് കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മധ്യ അയച്ച ബഹുമാന്യ ദേവദാസൻ ബിമോനച്ചൻ പാഷക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദേശത്ത് കടന്നു വരുവാനും വ്യത്യസ്ത ഇടങ്ങളിൽ ശുശ്രൂഷിപ്പാനൊക്കെ ദൈവദാസനെ ബലപ്പെടുത്തിയല്ലോ. ശുശ്രൂഷകളിൽ യാത്രകളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയിരുന്നു. ഇന്ന് വൈകിയ സമയം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കുന്ന കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്ന കർത്താവെ. പലപ്പോഴും സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ആയിരിക്കാൻ കഴിയാതെ, പ്രാർത്ഥിപ്പാൻ കഴിയാതെ, കരയാൻ കഴിയാതെ വന്നു പോയിട്ടുള്ള ഞങ്ങളുടെ കുറവുകളൊക്കെ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ മടങ്ങി വരുന്ന കർത്താവെ, നെഹമ്യാവിനെ പോലെ ഹല്ലേലൂയ കർത്താവ്, യെരൂശലേമിന്റെ ശൂന്യതകളെ കണ്ട് മനോദുഃഖപ്പെടുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ, വിലപിക്കുവാൻ, ഈ ദിവസങ്ങളിൽ ദേശത്തെ ദൈവസഭകൾക്ക് വേണ്ടി കരയാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ. നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടി കരയാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരു പുതു സമർപ്പണത്തിലേക്ക് ഞങ്ങളുടെ ചിന്താഗതികൾക്ക് ദൈവം വ്യത്യാസം വന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിനുള്ള ആയുസുകൾ ദൈവത്തിൽ കണ്ണീരൊഴുക്കുവാൻ, രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റ് ദേശത്തിന് വേണ്ടി കരയുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതിനാവശ്യമായി ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഇന്ന് കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി, പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരോടും കർത്താവ് വചനം ആഴത്തിൽ ഇടപെട്ടത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെ ഞങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിൽ, യാത്രകളൊക്കെ ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഈ ദൈവസഭയ്ക്കായി സ്തോത്രം, പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കയറിയാൻ തയ്യാറാകുമ്പോൾ ഒരു വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശാലതയിലേക്ക് ദൈവം നടത്തുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. തന്ന നല്ല നിമിഷങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു കർത്താവേ. സമാധാനത്തോടെ ഞങ്ങൾ പറഞ്ഞയക്കുന്നുണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വചനത്താൽ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനാൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധ ആത്മാവിന്റെ സഹവാസം, കാവലും സൂക്ഷിപ്പും നമ്മോടും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷം നമ്മുടെ എല്ലാ കുടുംബങ്ങളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ.